Hello, hi dears, good morning and welcome back to another video and welcome back to our YouTube channel Life is Beautiful. അപ്പോൾ ഇന്നും രാവിലെ നമ്മുടെ 3:30 അലാം കേട്ട് ഞാൻ ദേ കിച്ചണിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് നമ്മൾ സ്ഥിരം ഒരുപാട് കമൻസിലൂടെ ആണെങ്കിലും നമ്മളല്ലാണ്ട് നമ്മുടെ വീഡിയോസിലൂടെ ആണെങ്കിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ഒരു 3 വർഷമായിട്ടുള്ള എൻ്റെ ഒരു ലൈഫ് റുട്ടീൻ ഇങ്ങനെയാണ്. 3:30 AM ആണ് ഞാൻ എണീക്കാറ്. എൻ്റെ വർക്കിൻ്റെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ രാവിലെ എണീക്കുന്നത്. പോയി വരുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് ഡീറ്റെയിൽഡായിട്ട് എൻ്റെ ഒരു ഡേ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒന്ന് വീഡിയോ ചെയ്യാമോ എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റിലൂടെ. പക്ഷേ ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചാലും അത് പോസിബിൾ അല്ല. ഈവൻ ദോ ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ അത് പല സമയത്തും നമുക്കത് ബ്രേക്ക് ആവും, കംപ്ലീറ്റ്ലി എടുക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഒരു വർക്കിംഗ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പല പരിമിതികളുണ്ടാവും. ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ, പിന്നെ പല സമയത്ത് ഞാൻ മറന്നു പോകുന്നുള്ളതാണ് സത്യം. ഞാനിപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് വീഡിയോയിൽ കൂടി ഒന്ന് പറഞ്ഞു പോകാം എങ്ങനെയാണ് ആ ഒരു എൻ്റെ ഒരു ഡേ പോകുന്നത്, ഒരു വർക്കിംഗ് ഡേ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ 3:30 എണീക്കുന്നു. ഞാനൊന്ന് ഫ്രഷൻ അപ്പ് ആവും, പല്ലൊക്കെ തേച്ച് ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. അപ്പം നേരെ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു 4:30 ആകുമ്പോഴത്തേക്കും കിച്ചണിൽ നിന്ന് ഇറങ്ങണം. മാക്സിമം പോയ ഒരു 4:35 4:40. അതിനും കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ട്രെയിൻ എനിക്ക് മിസ്സാവും. അപ്പം ശരിക്കും 2 പ്രാവശ്യം ട്രെയിൻ മിസ്സായിട്ടുണ്ട്. അത് കിച്ചണിൽ നിന്നല്ല, ഞാൻ ചിലപ്പം നമ്മൾ വളരെ ടയേർഡായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സമയത്ത് എനിക്ക് 2 3 പ്രാവശ്യം ട്രെയിൻ മിസ്സായിട്ടുണ്ട് ഈ 3 ഇയറിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ. അല്ലാത്ത സമയത്ത് ഞാൻ എന്തായാലും അത് കൃത്യമായിട്ട് പോവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എണീക്കുന്നു, കിച്ചണിൽ പോകുന്നു. ഒരു 4:30 ആകുമ്പോഴത്തേക്കും കിച്ചണിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഹാഫ് ആൻ അവർ ഉള്ളത് ഒന്ന് കുളിച്ച് റെഡിയായി പോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഞാനൊരു 4:30 ആകുമ്പോഴത്തേക്കും എവിടെയാണോ എൻ്റെ കുക്കിംഗ് നിൽക്കുന്നത്, ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു കടലക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ കടലക്കറിയുടെ വിസിൽ എടുത്തിട്ടുണ്ടാവില്ല. മേ ബി അത് വെന്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ ഒന്നുകൂടെ ഒന്ന് ചിലപ്പോൾ കടല അരച്ച് ചേർക്കാറുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് സ്പാഷ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കണമെങ്കിൽ അതൊക്കെ ഏട്ടനായിരിക്കും ചെയ്യുക. ആൻഡ് ഓൾസോ എൻ്റെ ടിഫിൻ പാക്ക് ചെയ്യുന്നതും ഏട്ടനായിരിക്കും. അപ്പോൾ ഒരു 4:30 ആകുമ്പോഴത്തേക്കും ഞാൻ ടാറ്റ ബൈ പറഞ്ഞിട്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങാറുണ്ട്. പിന്നെ എൻ്റെ വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യുന്നതും ലഞ്ചൊക്കെ എടുത്ത് വെക്കുന്നതും അതെല്ലാം ഏട്ടനാണ് വെക്കാറ്. അപ്പം ഞാൻ ഇറങ്ങി പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് 5 മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങും. 5:20 എൻ്റെ ട്രെയിൻ. ഓക്കെ, അപ്പോൾ 5:20 ഞാൻ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആതിരയാണ് അവിടെ നിന്നൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഒരുപാട് പേര് നമ്മുടെ കമൻസിൽ പറയാറുണ്ട് 3:30 ഈസ് നോട്ട് എ ഹെൽത്തി ടൈം ടു വേക്ക് അപ്പ്, നിങ്ങളുടെ ഉറക്കം കോംപ്രമൈസ് ചെയ്യരുത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 3:30 ഞാൻ കുറേ റെഫർ ചെയ്തതും കുറേ മനസ്സിലാക്കിയെടുത്തോളം ഒരു ബ്രഹ്മമുഹൂർത്തമാണ്. ആ സമയത്ത് നമുക്ക് ഒരുപാട് നല്ലൊരു സമയമാണ് 3:30 എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട്, ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല 3:30 എനിക്ക് കിച്ചണിൽ കയറി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്നില്ല പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ, റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചെയ്യാം. പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാൻ പറ്റിയ ഒരു ആരുടെയും ശല്യമില്ലാത്ത ഒരു ഭയങ്കര പീസ്ഫുൾ ആൻഡ് എന്താ പറയുക, ഒട്ടും സൗണ്ട് പൊല്യൂഷൻ ഒന്നും ഇല്ലാത്തൊരു നല്ലൊരു സമയമാണത്. അപ്പം അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളൊരു ടൈമാണ്. അപ്പം എൻ്റെ ജോലി സംബന്ധിച്ചിടത്തോളം ഞാൻ 3:30 എണീറ്റിട്ട് എനിക്കിവിടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ പറ്റാത്തത് കൊണ്ടാണ് 3:30 എണീറ്റിട്ട് ഞാൻ കിച്ചണിലേക്ക് കയറുന്നത്. ദെർ ആർ ഡേയ്സ് ഞാൻ അങ്ങനെ ചെയ്യാണ്ട് എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ രാവിലെ എണീറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി 3:30 ചിലപ്പോൾ 4 o'clock ആയിരിക്കും രാവിലെ എണീറ്റ് ഞാൻ എൻ്റെ റിസർച്ച് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അന്ന് ഞാൻ കിച്ചണിൽ കയറുന്നത് ചിലപ്പം 6 മണിക്കായിരിക്കാം, അല്ലെങ്കിൽ 7 മണിക്കായിരിക്കാം. എന്തെങ്കിലും പെൻഡിങ് വർക്ക്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ട ഒരു പേപ്പർ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് ഈ സമയത്തായിരിക്കും. ബിക്കോസ് ആ ഒരു ടൈമിലാണ് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോടും പറയുന്നത് അതൊരു നല്ലൊരു ആപ്റ്റ് ടൈമാണ് എണീക്കാനായിട്ട്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് ആ ടൈമിൽ എങ്ങനെ ചേച്ചി എണീക്കുന്നത്. അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാറുള്ളത്. അല്ലാണ്ട് ഞാൻ ആരോടത്തും ഒരിക്കലും, ഓരോരുത്തരുടെ ലൈഫ് ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ വേറെയാണ്. രാവിലെ എണീക്കുന്നത് ഇഷ്ടമേ അല്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. ബട്ട് ദാറ്റ് ഡസൻ മീൻ വേറൊരാൾ എണീക്കുന്നതിന് നമുക്ക് തടയാൻ പറ്റില്ല, അല്ലേ? അപ്പം ഞാൻ എണീക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും എല്ലാവരോടും പറയില്ല നിങ്ങളെല്ലാവരും 3:30 എണീക്കണം കേട്ടോ എന്ന് പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എണീക്കാം. ബട്ട് 3:30 ഇസ് എ വെരി പ്രൊഡക്റ്റീവ് ഒരു ടൈമാണ്, നല്ലൊരു പ്ലസൻറ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. സമയത്ത് എണീറ്റുള്ള ബെനിഫിറ്റ്സ് അത് അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് എത്ര പറഞ്ഞാലും അത്
ചിലപ്പോൾ അത് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഫോഴ്സ് ചെയ്ത് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതുമില്ല. അങ്ങനെ പറയേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് എണീക്കാം. കമൻസിൽ ഒരുപാട് കമൻസ് പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ് കമൻസിൽ കാണുമ്പോൾ ഞാൻ അതൊന്ന് റിയാക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഓരോരുത്തർക്കും എന്തിനാണ് എണീക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോരുത്തരുടെയും താഴെ ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ നെക്സ്റ്റ് തിങ് എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രയും രാവിലെ എണീറ്റ് പോകേണ്ടത് ഇത്രയും ദൂരം നിങ്ങൾ ജോലി ചെയ്യുന്നതുകൊണ്ടല്ലേ, അല്ലാണ്ട് അവിടെ അടുത്ത് വല്ലതും വീടെടുത്ത് താമസിച്ചാൽ പോരെ, അപ്പോൾ ഈ പ്രശ്നം ഇല്ലല്ലോ, നിങ്ങൾ അതുകൊണ്ടല്ലേ എണീറ്റ് പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുള്ള എന്താ പറയുക, എനിക്ക് ചില ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അതും വളരെ പ്രായമുള്ളവരായിരിക്കും ചിലപ്പോൾ അത് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ, നമുക്ക് എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക. ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ 3:30 എണീക്കാൻ തുടങ്ങിയത് സത്യമായിട്ട് ഞാൻ നമ്മുടെ വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 3:30 എന്നുള്ളൊരു ടൈം ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നത് ഈ 3 വർഷത്തിന് മുന്നേ ആണ്. അതിന് മുന്നേ പറഞ്ഞാൽ പഠിക്കുന്ന സമയത്തൊന്നും ഞാൻ ആ സമയത്ത് എണീറ്റിട്ടില്ല, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ആ ടൈമിൽ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. കോളേജിൻ്റെ ആ സമയത്ത് അവിടെ തന്നെയായിരുന്നു എൻ്റെ വീട്. ആ സമയത്ത് ഞാൻ 3:30 എണീറ്റിട്ടില്ല. അപ്പം എന്താ പറയുക, ഈ ഒരു റുട്ടീൻ ഞാൻ ഫോളോ ചെയ്ത് വന്നത് എനിക്ക് രാവിലെ പോകണം, അതിന് എൻ്റെ കാര്യങ്ങൾ വേറെ ആരും രാവിലെ വന്ന് എനിക്ക് ചെയ്തു തരാനില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ എത്ര മണിക്ക് എണീക്കണം എന്നുള്ള ഫുൾ പ്ലാനിങ്ങും കൂടിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ 3:30 എണീക്കുന്നതും അല്ലാത്ത സമയത്ത് നമുക്കൊരു 8 മണി വരെ കിടന്നുറങ്ങുന്ന 7 മണി വരെ കിടക്കുന്ന ഈ 2 രീതിയിലും പോയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഞാൻ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടും ഏറ്റവും ഹാപ്പി ആയിട്ടും ഞാൻ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടും നിൽക്കുന്നത് ഞാൻ 3:30 എണീക്കുന്ന ദിവസങ്ങളിലാണ്. ഇൻ കേസ് സാറ്റർഡേ സൺഡേ ഞാൻ കുറച്ച് ഒന്ന് മടി പിടിച്ചൊരു 7 മണി 8 മണിക്കൊക്കെ എണീക്കുകയാണെങ്കിൽ ഞാൻ ആ കംപ്ലീറ്റ് ഡേ എനിക്ക് ഭയങ്കര യൂസ്ലെസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് ഞാൻ 2 രീതിയിലും ശ്രമിച്ചിട്ടുള്ള ആളായതുകൊണ്ടും എൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ദിസ് ഈസ് എ വെരി എന്താ പറയുക പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ടൈം തന്നെയാണ് ഈ 3:30 എന്നുള്ളത്. ആ സമയത്ത് നിങ്ങൾ ചെയ്തോ, അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു 1 hour ഓഫ് നാപ്പ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നാപ്പ് എടുക്കണമെങ്കിൽ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ബിക്കോസ് നമ്മുടെ ജോലി എല്ലാം തീർത്തിട്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്നത്. മറ്റേതാണെങ്കിലോ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, നമ്മുടെ ജോലികളെല്ലാം അവിടെ പെൻഡിങ് ആണ്. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഒരു എന്താ പറയുക, നമ്മൾ എണീറ്റ് പല്ലിയൊക്കെ അങ്ങനെ പോവുക. അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് നമ്മൾ ഇൻടേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യണം. അവിടെയും ഓപ്ഷൻസ് ഉണ്ട്. യു ക്യാൻ ഹയർ എ മെയ്ഡ് വെക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക, നിങ്ങൾ എവിടെയാണ് പുറത്തുനിന്നാണ് കഴിക്കുന്നതെങ്കിൽ അങ്ങനെ. ഈവൻ ദോ ഇറ്റ്സ് നോട്ട് ഹെൽത്തി എവറി ഡേ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതെങ്കിലും എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യണമെന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യണം. പക്ഷേ നമ്മുടെ ഉറക്കത്തെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യരുത്. അപ്പം ഞാൻ ഈ 3:30 എണീക്കുന്ന കാര്യം ആണ് ചോദിക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴാണ് രാത്രി കിടക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഇതേ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു 7:30 7:45 ആവും എൻ്റെ ടൈം. ഇപ്പം ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് ലേറ്റ് ആവാറും കൂടെ ഉള്ളപ്പോൾ ഞാൻ ആ സമയത്താണ് എത്താറ്. അപ്പോൾ രാത്രി വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഫ്രഷനപ്പായി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു 9 മാക്സിമം പോയ 9:30 ആകുമ്പോഴത്തേക്കും ഞാൻ ബെഡിലുണ്ടാവും. അപ്പം നമ്മളത്രയും ക്ഷീണിച്ചാട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഉറങ്ങാനായിട്ട്. പെട്ടെന്ന് തന്നെ ഞാൻ ഉറങ്ങും. ദൈവം സഹായിച്ച് ഉറക്കത്തിലൊരു പ്രശ്നമുള്ള ഒരാളല്ല ഞാൻ, പെട്ടെന്ന് ഉറങ്ങുന്ന ആളാണ്. അത് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അച്ഛൻ്റെ സ്വഭാവമായിരിക്കാം ചിലപ്പോൾ അത്, അച്ഛൻ ഉറങ്ങും. ഏത് സൗണ്ട് പൊല്യൂഷനിൽ കൊണ്ടിട്ടാലും അച്ഛൻ ഉറങ്ങും. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എന്താണ് അവസ്ഥ എന്നറിയാത്തൊരവസ്ഥയിൽ പോലും അച്ഛൻ സുഖമായിട്ട് ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക സിറ്റുവേഷനാണ് എപ്പോഴും എനിക്ക് ആ ഒരു എന്താ പറയുക അച്ഛൻ്റെ ഒരു ജീനായിരിക്കാൻ കിട്ടിയിരിക്കുകയും ഞാൻ ഉറങ്ങും. അപ്പം ദൈവം സഹായിച്ച ഉറക്കത്തിൽ എനിക്ക് പ്രശ്നമില്ല. അപ്പം ഞാൻ ഈ രാവിലെ നമ്മൾ 3:30 എണീക്കുന്നു. പിന്നെ ഞാൻ 5 മണിക്ക് പോകുന്നു. 5 മണിക്ക് പോയി 5:20 ട്രെയിൻ ഞാൻ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് എന്തായാലും ട്രെയിനിനുള്ളിൽ ഞാൻ കയറി കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ അധികം വർത്താനോ സാധനങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് എന്തെങ്കിലും ക്യാഷ്വലായിട്ട് 2-3 കാര്യങ്ങൾ ആതിരി എടുത്തോ അതിൽ ടീച്ചറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അജൽ ടീച്ചറിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ്സിനുള്ളിൽ ഞാൻ ഉറങ്ങിയിരിക്കും ഗൈസ്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ട്രെയിനിൻ്റെ ആ കുച്ചു ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ സുഖമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു 1 മണിക്കൂർ നല്ല ഡീപ്പ് സ്ലീപ്പായിരിക്കും. അതും കിടന്നുറങ്ങാൻ പറ്റും. കാരണം ഞാൻ അങ്ങനത്തെ ഒരു ട്രെയിനിലാണ് പോകുന്നത്. അപ്പം ട്രെയിൻ വരെ ഞാൻ മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ പോയിക്കൊണ്ടിരുന്ന ആലപ്പുഴ വഴിയായിരുന്നു. അത് നല്ല തിരക്കുണ്ടായിരുന്നു, അതിൽ ചിലപ്പോൾ കിടക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കൂട്ടത്തോടെ തീരുമാനിച്ചിട്ട് ഞങ്ങൾ വേറൊരു ട്രെയിനിലേക്ക് മാറിയത്. അത് കോട്ടയം വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഈ അറ്റ്ലീസ്റ്റ് ഒരു കോട്ടയം കഴിഞ്ഞിട്ട് ഒരു ചങ്ങനാശ്ശേരി വരെയൊക്കെ കിടന്നുറങ്ങാൻ പറ്റാറുണ്ട് മിക്കപ്പോഴും. ദെർ ആർ ഡേയ്സ് അങ്ങനെ പറ്റാത്തതുണ്ട്. മൺഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ വെനസ്ഡേയ്സ് ഒക്കെ തിരക്കായിരിക്കും. കാരണം അത് കഴിഞ്ഞുള്ള ട്രെയിൻ ആ ദിവസം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ട്രെയിനിലേക്ക് ആൾക്കാർ കൂടുതലും വരാറുണ്ട്. അങ്ങനെയൊക്കെ എങ്കിൽ പോലും ഒരുപാട് എന്താ പറയുക ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കിടക്കുന്ന കണ്ടാൽ നമ്മളെ തട്ടി വിളിക്കാണ്ട് അപ്പുറത്തൊരു സ്പേസ് ആണെങ്കിൽ പോയി ഇരിക്കുന്നവരുണ്ട്. പിന്നെ ചില പ്രശ്നക്കാരും ഉണ്ട് കേട്ടോ. നമ്മൾ അപ്പുറത്ത് എത്ര സീറ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ ഉറങ്ങുന്നത് സഹിക്കാണ്ട് വന്ന് വിളിച്ചുണർത്തി അവിടെ തന്നെ ഇരിക്കണം എന്ന് പറയുന്നവരടുത്ത് പുച്ഛം മാത്രം, അല്ലാണ്ട് എന്താ നമ്മൾ അവരോട് പറയുക.
അപ്പം ചില ദിവസം കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ ഞാൻ പറയാറുണ്ട്, നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയുന്ന പോലെ മോളെ അങ്ങോട്ട് ഒന്ന് ഇരിക്കട്ടോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ എണീക്കാമേ എന്ന് പറയാറുണ്ട്. പിന്നെ ഡെയിലി നമ്മളെ കാണുന്നവർക്കറിയാം ഇവരുടെ ആകെ ഉറക്കം എന്ന് പറയുന്നത് ഇവിടെയാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാത്ത നല്ല മനുഷ്യർ ഒരുപാട് ഈ ലോകത്തുണ്ട് കേട്ടോ, അതിനെയും കാണാറുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു റുട്ടീൻ പോകുന്നത്. അപ്പോൾ ഉറക്കം രാവിലെ ആണെങ്കിലും പിന്നെ വൈകുന്നേരം ആണെങ്കിലും 1 മണിക്കൂർ എനിക്ക് ട്രെയിനിൽ കിട്ടാറുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ട്രെയിനിൽ കയറിയാൽ 4 മണിക്ക് ബർത്തിൽ കയറാൻ കിടന്ന് ഉറങ്ങാം. 1 മണിക്കൂർ, ഒരു 5-5:30 വരെയൊക്കെ ഞാൻ ഉറങ്ങും. 1 മണിക്കൂർ കൂടുതൽ ഇറങ്ങാറുണ്ട്. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എനിക്ക് എല്ലാം കൂടി ഒരു 8 hours ഓഫ് സ്ലീപ്പ് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഈവൻ ഒരു ബ്രേക്ക് വരുന്നെങ്കിലും 8 hours ഓഫ് സ്ലീപ്പ് ഞാൻ എടുക്കാറുണ്ട്. എനിക്ക് അതിൽ ഹെൽത്ത് വൈസായിട്ട് ദൈവം സഹായിച്ച് ടച്ച് വുഡ് ഇതുവരെ കുഴപ്പമൊന്നും ഇല്ല. ഞാനതൊക്കെ ഫോളോ അപ്പ് ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൽ കൺസേൺസും ടെൻഷൻസും വേണ്ട. പിന്നെ ഒരിക്കലും നിങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യരുതെന്നൊന്നും. അതൊന്നും അഡ്വൈസോ റെക്കമെൻഡേഷനോ ഒന്നുമല്ല നമ്മുടെ വീഡിയോയിൽ. ദിസ് ഇസ് വാട്ട് ഐ ഫോളോ. അത് നിങ്ങൾക്ക് തോന്നുന്നു ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. ഒരുപാട് പേര് എങ്ങനെയെങ്കിലും ഒന്ന് എണീക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നാണ് ഉള്ള സംഭവം പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ ഞാനൊരു 8:30 ആകുമ്പോഴത്തേക്കും കോളേജിൽ ചെല്ലും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് 9:30 ക്ലാസ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് ട്രെയിനിൽ വരുന്നു. ഞാൻ ഇവിടെ എത്തുന്നത് ഒരു 7:30 7:45. രാത്രി ഫുഡ് കഴിക്കുന്നു. പിന്നെ ഒന്ന് മേലൊക്കെ കഴുകി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ പ്രിപ്പറേഷൻസ് ഉണ്ടാവും. എന്തെങ്കിലും കട്ട് ചെയ്ത് വെക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങും. ഇതാണ് ഗൈസ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. തലേ ദിവസം അമ്മ കുറച്ച് ചിക്കൻ കറി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ കറിയാണ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് റെഡിയാക്കി പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഗീ റൈസും ചിക്കനും മതി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങനെ കൊടുത്തു. പിന്നെ അതേ പുട്ടും കടലക്കറിയാണ് കേട്ടോ രാവിലത്തേക്ക്. പിന്നെ പഴവും കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ വിശപ്പ് വരുമ്പോഴത്തേക്കും. ഇത് കണ്ടോ നമ്മുടെ ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ കോളേജിലൊരു ത്യാഗരാജ ആരാധനയാണ്. അപ്പം ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അതുകൊണ്ടാണ് സാരി കൊടുത്ത് പോകുന്നത്. അപ്പം സാരി യൂഷ്വലി എനിക്ക് അമ്മ തലേന്ന് പ്ലീറ്റൊക്കെ എടുത്ത് തരാറുണ്ട്. ഈവൻ നന്നായിട്ട് പ്ലീറ്റൊക്കെ എടുത്ത് വെച്ച് പോകേണ്ട സമയങ്ങളിൽ അമ്മയോട് ഞാൻ നേരത്തെ പറയാറുണ്ട്. പക്ഷേ ഇതൊട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. ഞാൻ ഉടുക്കണമോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് എന്തായാലും കുട്ടികളൊക്കെ നല്ല ട്രഡീഷണൽ ഡ്രസ്സിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചുരിദാറൊക്കെ ഇട്ടിട്ട് പോയിട്ട് ഒന്നും കുഴപ്പമില്ല. പക്ഷേ എന്തോ എനിക്ക് ചില ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ ഒരു ത്വര വരാറുണ്ട്. അങ്ങനെ ഞാൻ വെച്ച് സാരി കൊടുത്ത് പോകാമെന്ന് വെച്ചിട്ട് സാരി കൊടുത്ത് ഒരു എന്താ പറയുക ഒരു ഈസി പ്ലീറ്റ്സൊക്കെ എടുത്ത് ഒരു എന്താ പറയുക അങ്ങനെ അങ്ങോട്ട് പോയതാണ്. ഉടുത്തതൊന്നും ശരിയായിട്ടില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ട്രെയിനിൽ കയറിയതിന് ശേഷം ആദര ടീച്ചറാണ് കുറേ ഹെൽപ്പ് ചെയ്ത് റെഡിയാക്കിയൊക്കെ തന്നത്. എന്താണെങ്കിലും രാവിലെ റെഡിയായി. നമ്മുടെ സൺസ്ക്രീനും ഡോട്ട് ആൻഡ് കീൻ്റെ സൺസ്ക്രീനാണ് എല്ലാവരും ചോദിക്കാറുണ്ട്. പല കമൻസും വരാറുണ്ട്. ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീനും പിന്നെ എൻ്റെ ബ്ലഷ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വിസ് ബ്യൂട്ടിൻ്റെ ബ്ലഷാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഷെയ്ഡ് പോയിട്ടുണ്ട്. ഇതാണ് ഈ ബ്ലഷ്. ഭയങ്കര രസമാണ്. ഷെയ്ഡ് ഏതാണെന്ന് എനിക്ക് അറിയില്ല. ഷെയ്ഡ് അതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാഞ്ഞു പോകുമല്ലോ. അപ്പം അത് പോയതുകൊണ്ട് എനിക്കത് പറയാനായില്ല. പക്ഷേ വെരി അഫോർഡബിൾ, ലൈക്ക് ഒരു 200-നകത്തേ ഉള്ളൂ. പിന്നെ ഒരു കോമ്പാക്റ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. ഒരുപാട് മേക്കപ്പ് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. ഒരുപാട് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ട്രാവലിങ്ങിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ടിൻറ്റഡ് സൺസ്ക്രീൻ ഇസ് വെരി ഗുഡ്. ഡോട്ട് ആൻഡ് കീൻ്റെ അതിനൊരു ഗ്ലോയിങ് കിട്ടും. പിന്നെ നമുക്ക് ഒട്ടും ഡ്രൈയിങ് അല്ല, ഒരു മോയ്സ്ചറൈസർ എല്ലാം ഉള്ളതൊരു നല്ലൊരു സൺസ്ക്രീനാണ്. അപ്പോൾ അതും മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഞാൻ ജന്മം ചെയ്ത സ്കിപ്പ് ചെയ്തില്ല. പിന്നെ ചില സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലഷും സാധനങ്ങളൊക്കെ ഇടും. സമയം ഞാൻ ഉണ്ടാക്കും. ഒരു 5 മിനിറ്റ് ഞാൻ എന്താണെങ്കിലും എൻ്റെ മേക്കപ്പിന് വേണ്ടിയിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റാക്കി ഇത് ഇച്ചിരി സ്ലോ മോഷനിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതാണിട്ട്. ഇങ്ങനെയെന്നുള്ള ഭയങ്കര സ്പീഡായിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ദേ എല്ലാം റെഡിയായി. ഞാൻ ഇപ്പോൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. കുറേ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉള്ളതൊക്കെ ഈ ഡൗട്ടുകളൊക്കെ തീർന്നു എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴെങ്കിലും പറ്റുമ്പോഴത്തേക്കും ഞാനൊരു വീഡിയോ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ശ്രമിക്കാം. എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സാരി കൊടുത്ത് പ്രൊഫസർ ജയന്തി ഇതേ പോവുകയാണ്. ഓക്കെ. അപ്പം ഞാൻ തന്നെ എന്നെ വിളിക്കാറുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ അറിയോ എന്നൊക്കെ ചോദിച്ച് ഞാൻ കളിയാക്കാറുണ്ട്. പ്രൊഫസർ ജയന്തി ഒരു ക്യാരക്ടറാണല്ലോ നമ്മുടെ പണ്ടത്തെ സീരിയലിൽ. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സി യു, ടേക്ക് കെയർ, ലവ് യു ഓൾ. ഒരു ചെറിയ കിച്ച് പ്രോബ്ലം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒരു എന്താ പറയുക DTS എഫക്റ്റൊക്കെ സൗണ്ടിലുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ. ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ.